പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എപ്പിഫനിയുടെ 15-ാമത്തെ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 15 ദിവസങ്ങൾ നമ്മൾ നോമ്പിൻ്റെ ഒരുക്കത്തിനായി, ഈ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിനായി ദൈവവചനം ധ്യാനിച്ച് കടന്നു പോകുന്നു എന്ന അനുഗ്രഹീതമായ ആ സാഹചര്യത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവം തന്ന അതുല്യമായ ഒരു ഭാഗ്യമായിട്ട് ഞാനും ഇതിനെ കണക്കാക്കുന്നു. നമ്മൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ആട്ടിടയന്മാരില്ലാത്ത, ഇടയന്മാരും ആടുകളും ഇല്ലാത്ത ഒരു പുൽക്കൂടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുകയില്ല. അത്രമാത്രം നമ്മുടെ ക്രിസ്മസിൻ്റെ അവബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഈ ഇടയന്മാർ. നമുക്കിന്ന് ഈ ഇടയന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഇടയന്മാരും ജ്ഞാനികളുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത നിങ്ങളുടെ മുൻപിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഇവിടെ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ദൈവദൂതൻ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇത് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ഇറ്റ്സ് എ ഗോസ്പൽ ഓഫ് ഗ്രേറ്റ് ജോയ്. വലിയ സന്തോഷത്തിൻ്റെ ഈ സദ്വാർത്ത ഇടയന്മാരെ അറിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ഒരു ദൂതനെയാണ്. അപ്പോൾ ഇടയന്മാർ ഈ വാർത്ത അറിഞ്ഞത് വാനമേഘങ്ങളിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അസ്വാഭാവികമായ സൂപ്പർ നാച്ചുറലായ അനുഭവങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെ ഇത് അറിയിക്കുമ്പോഴാണ്. എന്നാൽ നിങ്ങൾ ജ്ഞാനികളെ ശ്രദ്ധിക്കുക. ജ്ഞാനികൾ യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായ ഒരു രക്ഷകൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന വാർത്ത അറിയുന്നത് എങ്ങനെയാണ്? അവരതറിയുന്നത് അവർ വന്ന് പറയുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ആകാശത്ത് കിഴക്ക് അവൻ്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടു. ആ നക്ഷത്രം അസ്വാഭാവികമായ ഒരു നക്ഷത്രമായി ഞങ്ങൾക്ക് തോന്നി. ആ നക്ഷത്രത്തെ നിരീക്ഷിച്ചിരുന്ന വാനനിരീക്ഷകരായ ജ്യോതിശാസ്ത്രജ്ഞന്മാരായ ഞങ്ങൾ ആ നക്ഷത്രം സൂചിപ്പിക്കുന്നത് എന്തോ മഹത്തായ ഒരു മനുഷ്യൻ്റെ പിറവിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നക്ഷത്രത്തെ പിന്തുടർന്ന് ഞങ്ങൾ ഈ കാലിത്തൊഴുത്തിലെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ജ്ഞാനികൾ അറിഞ്ഞത് അവർ ഈ നക്ഷത്രം കണ്ടതുകൊണ്ടാണ്. ഇടയന്മാരറിഞ്ഞത് അവരുടെ മുമ്പിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ്. 2 കൂട്ടം ആളുകളെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ജ്ഞാനികൾ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് ഈ മറ്റേ കൂട്ടർക്കില്ലാത്ത, ഇടയന്മാർക്കില്ലാത്ത ചില ആനുകൂല്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പത്രം വരുത്തുന്ന വീടുകളാണ്. അവർക്ക് മീഡിയയോട് ആക്സസ് ഉണ്ട്, TV ഉണ്ട്, ടെലിവിഷൻ ചാനലുകളോട് ആക്സസ് ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുമായിട്ട് ആക്സസ് ഉണ്ട്. പിന്നെ അവർ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ നല്ല സ്ഥാനമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നറിയാൻ അവർക്ക് സംവിധാനങ്ങളുണ്ട്. പ്രിവിലേജഡാണ്. ഈ ലോകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചാൽ
ജ്ഞാനികൾ അത് വേഗം അറിയും. അപ്പം ജ്ഞാനികൾ അത് വേഗം അറിയും. ഇനി അവരറിഞ്ഞത് ഞാനീ പറഞ്ഞ സമ്പർക്ക മാധ്യമങ്ങളിലൂടെയൊന്നുമല്ല. അവരറിഞ്ഞത് അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവരിങ്ങനെ വാന നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ്. അല്ലെങ്കിൽ ഞാൻ വേറൊരു ഭാഷ പറഞ്ഞാൽ അവരുടെ പഠനത്തിൻ്റെ വെളിച്ചത്തിലാണ്, അവരുടെ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ യേശു ജനിച്ചു എന്ന ആ ലോകത്തെ ഏറ്റവും വലിയ സദ്വാർത്ത അറിയുന്നത്. അപ്പം അവർക്കത് അറിയാൻ ദൈവം അവരുടെ മുമ്പിൽ തുറന്നു കൊടുത്ത വഴി അവരുടെ പഠനത്തിൻ്റെയും അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങളുടെയും വെളിച്ചത്തിലുള്ള ഒരു വഴിയായിരുന്നു. എന്നാൽ നിങ്ങൾ ഈ ഇടയന്മാരെ നോക്കുക. ഇടയന്മാരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇടയന്മാർ യഥാർത്ഥത്തിൽ ഈ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി അല്ല. നമുക്ക് അന്നത്തെ ഇടയന്മാരെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറെ കൂടി നമ്മുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തെ അറിയേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഈ നാടോടികളെ പോലെ നടക്കുന്ന മനുഷ്യർ, അലഞ്ഞു തിരിയുന്ന മനുഷ്യർ, സ്വന്തമായി കൂടാരങ്ങളോ വീടുകളോ ഇല്ലാത്തവർ, ചിലപ്പോൾ മാസങ്ങളോളം വയൽ പ്രദേശങ്ങളിലോ മലകളിലോ ഒക്കെ ആടുകളെയും കൊണ്ട് പോകുന്ന ഇടയന്മാർ. അപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തെരുവിലൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ വീട് കെട്ടി താമസിക്കുന്നവരോ വലിയ പാലത്തിൻ്റെ കീഴിലൊക്കെ ഇങ്ങനെ വന്ന് താമസിക്കുന്ന നാടോടികളോ നമ്മുടെ ട്രാഫിക് ജംഗ്ഷനുകളിലൊക്കെ ഇങ്ങനെ വന്ന് നമ്മളോട് യാചിക്കുന്ന മനുഷ്യരൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള കൂട്ടത്തിൽ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ആളുകളാണ് ഇടയന്മാർ. ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് ഈ ന്യൂസ് വരുമ്പോൾ അതിനോട് ആക്സസ് ഇല്ല. അവർക്ക് ഒരു വാർത്ത ഈ ലോകത്ത് പരക്കുമ്പോൾ അതറിയാനുള്ള സാമ്പ്രദായിക സംവിധാനങ്ങളോട് സമ്പർക്കമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണെന്ന് ഈ നാടോടി സ്ത്രീയോട് ചോദിച്ചാൽ, ആ ചേച്ചിയോട് ചോദിച്ചാൽ അവർക്കതറിയണമെന്നില്ല. അടുത്ത ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ആരായിരിക്കും എന്നൊക്കെയുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കൊന്നും അവരുടെ ജീവിതത്തിൽ ഇടമേ ഇല്ല. ഭൂമിക്ക് സംഭവിക്കുന്ന ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങളോ ഇക്കോളജിക്കൽ ചേഞ്ചസോ അല്ലെങ്കിൽ ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം എന്താണെന്നോ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ ആര് ജയിക്കുമെന്ന് ഇതൊന്നും അവരുടെ കൺസേണേ അല്ല. അവരുടെ അന്നത്തെ അപ്പം, ഡെയിലി ബ്രെഡ്, ആ കാര്യത്തിന് വേണ്ടി, അത് കിട്ടുന്നതിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യർ ഇത്ര വലിയ ഒരു വാർത്ത ഈ ലോകത്ത് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ പോകാൻ ഇടയുണ്ട്. അവർക്ക് ഈ ഭൂമിയിലെ പ്രധാനപ്പെട്ട ഭേദപ്പെട്ട വാർത്തകളോടൊന്നും സമ്പർക്കമില്ലാതെ അവർ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഇത് കർത്താവിനറിയാം. അത് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് ഈ അൺപ്രിവിലേജ്ഡ് ആയ ആട്ടിടയന്മാരോട്, ആ കമ്മ്യൂണിറ്റിയോട് അവർ ഈ വാർത്ത അറിയാതെ പോകാതിരിക്കേണ്ടതിന്, ഇത് ഇത്രമേൽ പ്രധാനപ്പെട്ടൊരു വാർത്തയായതുകൊണ്ട് അവരെ കർത്താവ് അറിയിക്കുന്നത് അതിസ്വാഭാവികമായ, അസ്വാഭാവികമായ, സൂപ്പർനാച്ചുറലായ ഒരു പ്രത്യക്ഷപ്പെടൽ അവരുടെ മുമ്പിൽ സംഭവിപ്പിച്ചുകൊണ്ടാണ്. ഒരു മാലാഖ തന്നെ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടാണ്. തങ്ങളുടെ പഠനങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ജനനത്തിലേക്ക് എത്തിയ ജ്ഞാനികൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് കർത്താവ് തന്നെ അതിസ്വാഭാവികമായ ദൂതന്മാരുടെ പ്രത്യക്ഷപ്പെടലിലൂടെ ഈ വാർത്ത അറിയിച്ച ഇടയന്മാർ മറുവശത്ത് നിൽക്കുന്നു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വർഗത്തിന് ഒരു നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്നു. ഈ മണ്ണിൻ്റെ മോഹങ്ങൾക്കപ്പുറത്ത് വിണ്ണിൻ്റെ നിലനിൽപ്പിലേക്ക്, നിത്യതയിലേക്ക് നമ്മളെ മാടി വിളിക്കാൻ കഴിവുള്ള, കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു രക്ഷകൻ നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത ഈ ഭൂമിയിലെ പ്രിവിലേജഡായ ആളുകൾ അറിയണം, അൺപ്രിവിലേജഡായ ആളുകൾ അറിയണം. ഈ രണ്ടു കൂട്ടരും ഇത് അറിയാതെ പോകരുത് എന്ന നിർബന്ധം സ്വർഗത്തിനുള്ളതുപോലെ സ്വർഗം ഈ വാർത്ത എല്ലാവരെയും അറിയിക്കാൻ ബന്ധപ്പെട്ട് വെപ്രാളപ്പെട്ട് നീങ്ങുന്നത് പോലെ തോന്നുകയാണ് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ നിർബന്ധമാണ്. അതാണ് തിമോത്തി 3-ാം അധ്യായത്തിൽ തിമോത്തിയോട് അപ്പോസ്തലൻ പറയുന്നത്, എല്ലാവരും സത്യം അറിയണമെന്നും രക്ഷിക്കപ്പെടണമെന്നുമാണ് പിതാവിൻ്റെ ആഗ്രഹം.
പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാവരും യേശുവിനെ അറിയണം, ഈ സന്തോഷം അറിയണം എന്ന ഒരു കൺസേൺ നമ്മുടെ ഭാഗത്ത് സത്യത്തിൽ ഉണ്ടോ? നമ്മളിൽ എത്ര പേർക്ക് ക്രിസ്തുവിനെ എല്ലാവരും അറിയണം എന്ന ഒരു ആഗ്രഹം, ഒരു ദാഹം, ഞാൻ കുറെ കൂടെ ഭേദപ്പെട്ടൊരു വാക്ക് ഉപയോഗിക്കുകയാണ്, ഒരു ഭാരം എത്ര പേരുടെ ഉള്ളിലുണ്ട്? ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് ഈ ദൈവം തരുന്ന, അല്ലെ ദൈവം ഉള്ളതിൻ്റെ, ദൈവം നമ്മുടെ കൂടെയുള്ളതിൻ്റെ, ദൈവം നമ്മുടെ സ്വന്തമായതിൻ്റെയൊക്കെ സന്തോഷം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ ആ സന്തോഷം, അത് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത്, പലപ്പോഴും അനുഭവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ ആലോചിക്കുകയായിരുന്നു. എനിക്ക് തോന്നിയ ഒരു കാരണം, നമ്മൾ ഈ രക്ഷകൻ നമുക്ക് കിട്ടിയതിൻ്റെ സന്തോഷം പലപ്പോഴും അനുഭവിക്കാത്തതിൻ്റെ കാരണം, നമ്മൾ ദൈവത്തെ പലപ്പോഴും കണക്ട് ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ പേരിലാണ്. ദൈവത്തെക്കാൾ അധികം നമ്മൾ പലപ്പോഴും വിലമതിച്ചത് ദൈവത്തിൽ നിന്ന് വന്ന അനുഗ്രഹങ്ങളെയാണ്. ക്രിസ്തുവിനേക്കാളും അധികം നമ്മൾ വാല്യൂ ചെയ്തത് ക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളെയാണ്. ഞാൻ വികാരിച്ചനാണെന്ന് പറയുമ്പോൾ ഞാനൊരു ചെറിയ കമ്മ്യൂണിറ്റി, 20-25 കുടുംബങ്ങൾ പരമാവധിയുള്ള ഒരു കുഞ്ഞു കമ്മ്യൂണിറ്റിയുടെ വികാരിച്ചനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ആളുകളോട് പറഞ്ഞു, നമുക്ക് ഈ വർഷം കരോൾ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ എന്തിനാണ് കരോൾ സർവീസ് നടത്തുന്നത്? നമ്മുടെ പള്ളിയിലെ വീടുകളിലും പിന്നെ കുറച്ചൊക്കെ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ പോയി നമ്മൾ എന്തിനാണ് കരോൾ ഗീതങ്ങൾ പാടുന്നത്? അപ്പോൾ എൻ്റെ ഈ ജനം ഒന്നടങ്കം അവർ മറുപടി പറഞ്ഞു, അത് കർത്താവ് ജനിച്ച സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാനാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് സന്തോഷം അറിയിച്ച് തിരിച്ചു വന്നാൽ പോരെ? അവർ എന്തെങ്കിലും പണം തന്നാൽ അത് വാങ്ങിക്കാതിരുന്നൂടെ? അപ്പോൾ ആളുകൾ പറഞ്ഞു, സാധാരണക്കാരല്ലേ, അപ്പോൾ ആളുകൾ പണമൊക്കെ തരുവച്ചാ ഇങ്ങനെ കരോൾ സർവീസിന് പോകുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ആരെങ്കിലും പണം തന്നാലും അവരോട് പറയണം, ഞങ്ങൾ പണത്തിന് വേണ്ടി വന്നതല്ല, ഞങ്ങൾ കർത്താവ് ജനിച്ച സന്തോഷം അറിയിക്കാൻ വന്നതാണ്. എനിക്ക് ഒരല്പം അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു ഈ ജനം ഇതെങ്ങനെ എടുക്കും എന്നുള്ളത്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ കരോൾ സർവീസൊക്കെ നടത്തുമ്പോൾ പലയിടങ്ങളിലും അറ്റ്ലീസ്റ്റ് ഇടവകപ്പെട്ട കുടുംബങ്ങളിൽ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികമായ കാര്യം ഒക്കെ തരികയും, അപ്പോൾ അത് പള്ളിയിലെ ആ വർഷത്തെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി സാധാരണ പല ഇടവകളിലും ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ ജനം എടുക്കാൻ പോകുന്നത്? എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ജനം മുഴുവൻ ഇങ്ങനെ കൈയടിച്ചിട്ട് അവർ പറഞ്ഞു, അച്ഛാ, ഇത് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നതാണ്. നമുക്ക് ഈ കരോൾ സർവീസ് നടത്തി നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ എടുത്ത് ചിലവാക്കി വണ്ടിയൊക്കെ വിളിച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി കരോൾ സർവീസ് നടത്താൻ പോകുമ്പോൾ നമുക്ക് ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങണ്ട. നമുക്ക് അവരോട് പറയാം, ഞങ്ങളുടെ കർത്താവ് ജനിച്ച സന്തോഷം അറിയിക്കാൻ വന്നതാണ്. ആരെങ്കിലും ഒരാൾ ഒരു 500 രൂപ വെച്ച് നീട്ടിയാൽ അവരോട് പറയണം, സഹോദര, ഞങ്ങൾക്ക് പണം വേണ്ട, ഞങ്ങളുടെ കർത്താവ് ജനിച്ച സന്തോഷം അറിയിക്കാൻ വന്നതാണ്. അത് എൻ്റെ ജനം അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എനിക്കുറപ്പാണ് ഈ 2025 ക്രിസ്മസ് അവർക്ക് യേശുവിൻ്റെ സന്തോഷം കൊടുക്കും. കാരണം അവർ ക്രിസ്തു ജനിച്ച ഈ സന്തോഷത്തെ പണവുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആനന്ദം പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം ക്രിസ്തുവിനെ അല്ല പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ക്രിസ്തുവിലൂടെ വരുന്ന അനുഗ്രഹങ്ങളെയാണ്. ഈ ക്രിസ്മസ് കാലത്ത് ഒന്നിനു വേണ്ടിയല്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ക്രിസ്മസിന് പള്ളിയിൽ പോയി കർത്താവെ നിന്നെ കാണാൻ വന്നതാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന സന്തോഷത്തിന് നന്ദി പറയാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു നിയോഗങ്ങളും ഇല്ലാതൊക്കെ, ഒന്നും പ്രാർത്ഥിക്കാതൊക്കെ ആ നന്ദിയോടുകൂടിയൊക്കെ കുർബാനകളിൽ സംബന്ധിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്കെത്തിയ കുട്ടി പതിവില്ലാതെ സാധാരണ വരുന്ന ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദിവസം ആ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ, ഫീസ് വന്ന് നീ 4 ദിവസം മുമ്പല്ലേ വാങ്ങിക്കൊണ്ട് പോയത്, പിന്നെന്താ ഇപ്പോൾ വന്നേ? കുട്ടി ഇങ്ങനെ മറുപടി പറഞ്ഞു, അമ്മ, ഞാൻ ഫീസ് വാങ്ങേണ്ടത് കൊണ്ട് വന്നതല്ല, ഒന്ന് കാണാൻ വന്നതാണ്. പലപ്പോഴും നമ്മൾ ഫീസ് വാങ്ങാനാണ് ഈ പോകുന്നത്, പണം വാങ്ങാനല്ല പോണത്, അല്ലെങ്കിൽ കർത്താവെ നിന്നിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ഒന്നും വാങ്ങാനല്ല വന്നത്. മറിച്ച്
നിന്നെ കാണാൻ വന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഈ ക്രിസ്തു എന്ന് പറയുന്ന സന്തോഷത്തെ കുറെ കൂടി ആഴത്തിൽ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഈ മക്കളെ അവിടുന്ന് പ്രത്യേകം ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ സവിശേഷമായ കൃപകൾ ഇന്ന് വർഷിക്കണമേ. ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കാൾ അധികം കർത്താവെ, അങ്ങേ ഏറ്റവും വലിയ അനുഗ്രഹമായി കാണാൻ ഞങ്ങൾക്ക് ആവശ്യമായ കൃപ തന്ന് ഇന്ന് ഞങ്ങളെ സഹായിക്കണേ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളെ നവീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ടാസ്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് തോന്നാറുണ്ട് നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഈ പ്രീസ്റ്റ് ഹോം ഉണ്ടെങ്കിൽ, പ്രായമായ വൈദികർ അവരുടെ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലം, അതിൻ്റെ പേരാണ് പ്രീസ്റ്റ് ഹോം, അവരുടെ വാർദ്ധക്യം ചെലവഴിക്കുന്ന സ്ഥലം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്രിസ്മസ് കാലത്ത് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു വയോധികരായ വൈദികർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ടെ ഒരു 5-6 അച്ഛന്മാരെ കണ്ട് അവരുടെ കൂടെ കുറച്ച് സമയം ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങൾക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹവും നന്ദിയും ഉണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞ് പറ്റുമെങ്കിൽ ഒരു ക്രിസ്മസ് കേക്കൊക്കെ കൊടുത്തിട്ട് അവരെ ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങളെപ്പോലെയുള്ള ഈ തിരക്കിട്ട ആളുകളെ കാണുന്നതിന് പകരം ഈ നിങ്ങളെയൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി വൈദികർ പ്രീസ്റ്റ് ഹോമുകളിലുണ്ട്. ഒത്തിരി ജോലിയും തിരക്കും ഉത്തരവാദിത്വങ്ങളും ഒക്കെ ആയിട്ട് ഓടി നടക്കുന്ന വൈദികർക്ക് ഒരുപക്ഷെ അങ്ങനെ കാണാനെത്തുന്നവരുടെ വില ഇപ്പോൾ അറിയണമെന്നില്ല. അത് കാത്തിരിക്കുന്ന അച്ഛന്മാർ ഉണ്ട്, സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സമർപ്പിതർ, പ്രത്യേകിച്ച് ആരും കാണാനൊക്കെ വരാനില്ലാത്തവർ, ആരെയോ നോക്കി ഇങ്ങനെ വെറുതെ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി മണിക്കൂറുകളിരിക്കുന്ന പാവപ്പെട്ട അച്ഛന്മാർ, അവരെ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചാൽ മതി, ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്തൊരു പ്രീസ്റ്റ് ഹോം ഉണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം 1 മണിക്കൂറൊന്ന് ചെന്ന് ചിലവഴിച്ച് അവരെയൊക്കെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയി അവർക്കൊരു കേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് അല്പനേരം പ്രാർത്ഥിച്ചൊന്ന് തിരിച്ചു വന്ന് വരുമ്പോൾ അവരുടെ ഒരു ആശീർവാദം വാങ്ങി വന്നാൽ കുറെ കൂടി മനോഹരമാവും ഈ ക്രിസ്മസ് കാലം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.